ട്രംപ് അമേരിക്കയിൽ വലിയൊരു കോടീശ്വരനാണ്. അദ്ദേഹത്തിൻ്റെ പണത്തിന് ഒരു പഞ്ഞവുമില്ല. അദ്ദേഹം പ്രസിഡൻസി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത് പണം ഉണ്ടാക്കാനല്ല. കാരണം അദ്ദേഹത്തിന് ഓൾറെഡി ദശലക്ഷം കോടി രൂപയുടെ വരുമാനം ഉണ്ട്. ഒരുപാട് ഹോട്ടൽ ശൃംഖലകളുണ്ട്, കൺസ്ട്രക്ഷൻ കമ്പനികളുണ്ട്, ദശലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അവിടെ ഇവിടെയുണ്ട്. ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് പലയിടത്തും ഉണ്ട്. അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലൂടെ പൈസ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല. അദ്ദേഹം അഴിമതിക്കാരനുമല്ല, കൈയിട്ട് വാരിയുമല്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അമേരിക്ക നന്നാവാൻ വേണ്ടിയിട്ട് ഒരുപാട് നിയമങ്ങൾ പാസ്സാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം കൈയിട്ട് വാരിയായിട്ടുള്ളൊരു വ്യക്തി സമ്മർദ്ദങ്ങൾക്കനുസരിച്ച് എങ്ങും തൊടാതെ അവസരവാദത്തിൽ അധിഷ്ഠിതമായി സ്ഥാപതാല്പര്യങ്ങൾ അധിഷ്ഠിതമായി മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ. ട്രംപ് അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്, ട്രാൻസ്പെറൻ്റായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുന്ന എല്ലാ കാര്യങ്ങളും അമേരിക്കയുടെ ഉന്നമനത്തിന് വേണ്ടി അദ്ദേഹം അപ്പം തന്നെ ബില്ല് പാസ്സാക്കി അദ്ദേഹം അത് നിർവഹിക്കുകയാണ്. എന്നതുപോലെ തന്നെ ട്രംപ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തുടങ്ങി. അതിൻ്റെ പേരാണ് ദ ട്രൂത്ത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. 40,000 രൂപ വില മതിക്കുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. പൂർണ്ണമായിട്ടും അമേരിക്കനാണ് എന്ന് ഉള്ളൊരു അവകാശവാദം ഇതിനുണ്ട്. ആപ്പിളിന് വെല്ലുവിളിയായിട്ട് തീരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് പറയുന്നത്. ലാഭമുണ്ടാക്കാൻ പ്രസിഡന്റ് പദവി ദുരുപയോഗം ചെയ്യുന്നതാണെന്ന് വിമർശകർ അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ ആപ്പിളിന് വെല്ലുവിളിയായിട്ട് തീരണമെന്നുണ്ടെങ്കിൽ അതുപോലുള്ള സാങ്കേതികവിദ്യ ആ മൊബൈൽ ഫോണിന് ഉണ്ടായിരിക്കണം. ഇപ്പോൾ ശതകോടികൾ കയ്യിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആപ്പിൾ കമ്പനി പോലത്തെ ഒരു കമ്പനി തുടങ്ങാമെന്ന് പറഞ്ഞിരിക്കുന്നത് ജിലേബി കഴിക്കുന്ന ലാഘവത്തോടെ ചെയ്യാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ട്രംപിൻ്റെ സ്മാർട്ട് ഫോൺ ഇറങ്ങിക്കഴിയുമ്പോഴേ അറിയുള്ളൂ അതിൻ്റെ അകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയുള്ളൂ. അത് ചൈനക്കാരുടെ ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കി പൂർണ്ണമായിട്ടും അമേരിക്കയിൽ ഒരു സ്മാർട്ട് ഫോൺ നിർമ്മിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടെ ആയിരിക്കും അത് തുടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ഉദ്ദേശം വളരെ നല്ലതാണ്. കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണുകളുടെയൊക്കെ മിക്കവാറും എല്ലാ ഭാഗങ്ങളും ചൈനയിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. വെള്ളക്കാർക്ക് അത് ഇഷ്ടമല്ല. ഡൊണാൾഡ് ട്രംപിനെ പോലുള്ള നിലപാടുള്ളവർക്ക് അത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് അവർ അവരുടേതായിട്ടുള്ള സ്മാർട്ട് ഫോൺ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഏതായാലും സ്മാർട്ട് ഫോൺ മാർക്കറ്റിലേക്ക് വരുമ്പോൾ മാത്രമേ അതിൻ്റെ അകത്തുള്ള പ്രത്യേകതകൾ നമുക്ക് അറിയുള്ളൂ. ഏതായാലും നമുക്ക് കണ്ടിരിക്കാം ആ ഫോൺ എങ്ങനെ ഇരിക്കുമെന്നുള്ളത് നമുക്ക് നോക്കാം. കാരണം അതൊരു മോശമായിട്ടുള്ളൊരു ഫോണാവാൻ സാധ്യതയില്ല. കാരണം ഡൊണാൾഡ് ട്രംപിൻ്റെ ഫോണായതുകൊണ്ട് അതിന് ഒന്നിനും പഞ്ഞമുണ്ടാവില്ല. ലോകോത്തര നിലവാരം ഉണ്ടാവാൻ എല്ലാ സാധ്യതയുണ്ട്.